തകർന്നു കിടക്കുന്ന വെങ്ങിണിശ്ശേരി റോഡ് പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. പ്രതിഷേധം KPCC മെമ്പർ MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളായി ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അനവധി വർഷമായി ഭരിക്കുന്ന പാർലം പഞ്ചായത്തും ഒക്കെ ഒരേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് നൽകിയിട്ടുള്ളത്. ഒരു ഗവൺമെൻറ് വന്നത്, ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടും പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് മാറണം, ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാകണം. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ MLAക്ക് വന്ന് ശരിയാക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിലെ പ്രദേശത്തെ ജനങ്ങളോട് പറയാൻ 6 മാസക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 6 മാസക്കാലം കഴിഞ്ഞാൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ആ വരുന്നതോടുകൂടി ഇതിൻ്റെ എല്ലാ ശാശ്വതമായ പരിഹാരം കാണാൻ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ള ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നൽകാനുള്ളത്. DCC സെക്രട്ടറി TK പൊറിഞ്ചു, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് TM മോഹനൻ, INTUC പ്രസിഡന്റ് അഭിലാഷ്, ബ്ലോക്ക് ഭാരവാഹികളായ ടോമി പെല്ലിശ്ശേരി, AD ജോണി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ, മാലതി പരമേശ്വരൻ, ഡേവിസ് കണ്ണനായ്ക്കൽ, AA റപ്പായി, ഇട്ടിയേഷൻ മാസ്റ്റർ, ഡെന്നസ് പെല്ലിശ്ശേരി, ബാബു കുണ്ടുകുളം, ഷാൻഡോ ഇക്ബാൽ, ബാബു, ആന്റണി പെല്ലിശ്ശേരി, രവി കോപ്പക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു.